500ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ചരിത്ര നേട്ടം. കാൺപൂർ ടെസ്റ്റിൽ ന്യൂസിലൻഡിനെ 197 റൺസിന് തോൽപ്പിച്ചു. 434 റൺസിന്റെ വിജയലക്ഷ്യവുമായി രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയ കിവീസ് 236 റൺസിന് എല്ലാവരും പുറത്തായി. 93 റൺസ് എന്ന നിലയിലാണ് അവസാന ദിനമായി ഇന്ന് ന്യൂസിലൻഡ് ബാറ്റിംഗ് തുടങ്ങിയത്. വിവരങ്ങളുമായി മനു എം നായർ ചേരുന്നുണ്ട്. മനു, വലിയ പ്രതീക്ഷയും കാൽക്കുലേഷനും ഒക്കെ ആയിരുന്നു 500ാം ടെസ്റ്റിന്റെ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. അത് അസ്ഥാനത്തായില്ല. എങ്ങനെയായിരുന്നു ചരിത്ര നേട്ടം? വിവരങ്ങൾ. തീർച്ചയായിട്ടും സൗമ്യ, കാൺപൂരിൽ നടന്ന ഇന്ത്യയുടെ 500ാം ടെസ്റ്റിൽ വിജയത്തോടെ കരകയറാനായി എന്നുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു മധുരതരമായ നിമിഷം. അതായത് 434 റൺസിന്റെ വിജയലക്ഷ്യമായി ബാറ്റിംഗ് അവസാന ദിവസം ബാറ്റിംഗ് തുടർന്ന ന്യൂസിലാൻഡ് 236 റൺസിന് എല്ലാവരും പുറത്താവുകയും 197 റൺസിന്റെ വിജയമാണ് ഇന്ത്യക്ക് കിവീസിന് മേൽ നേടാനായത്. നേരത്തെ പറഞ്ഞതുപോലെ 94 വിക്കറ്റ് 93 എന്ന നിലയിലാണ് ഇന്ന് ന്യൂസിലാൻഡ് രാവിലെ ബാറ്റിംഗ് തുടങ്ങിയത്. ലൂക്ക് റോഞ്ചിയും നൈറ്റ് വാച്ച്മാനായി ഇറങ്ങിയ സാർനറും ക്രീസിൽ നിന്നപ്പോൾ ഒരുപക്ഷെ ന്യൂസിലാൻഡ് സമനില നേടുമോ എന്നൊരു തോന്നൽ പോലും ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം റോഞ്ചി 80 റൺസോടെയും സാർനർ 71 റൺസോടെയും പൊരുതി നിന്നപ്പോൾ ന്യൂസിലാൻഡിന് സമനില നേടാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ 80 റൺസ് എടുത്ത റോഞ്ചിയെ പുറത്താക്കി രവീന്ദ്ര ജഡേജ ആ കൂട്ടുകെട്ട് പൊളിച്ചതോടെ പിന്നീട് ന്യൂസിലാൻഡിന് കാര്യമായ ഒരു തിരിച്ചുവരവ് ഉണ്ടായില്ല. 236 റൺസിന് അവരുടെ എല്ലാവരും പുറത്താവുകയായിരുന്നു. ഏറ്റവും എടുത്തു പറയേണ്ട പ്രകടനം എന്ന് പറയുന്നത് അശ്വിന്റെ പ്രകടനം തന്നെയാണ്. അതായത് ആദ്യ ഇന്നിംഗ്സിൽ 4 വിക്കറ്റുകൾ വീഴ്ത്തിയ അശ്വിൻ രണ്ടാം ഇന്നിംഗ്സിൽ 6 വിക്കറ്റുകളുമായി അക്ഷരാർത്ഥത്തിൽ നിറഞ്ഞാടുകയായിരുന്നു. 2 ഇന്നിംഗ്സിലുമായി 10 വിക്കറ്റുകൾ വീഴ്ത്തിയ അശ്വിന് മുന്നിലാണ് ന്യൂസിലാൻഡ് കറങ്ങി വീണത്. ഇന്ത്യ ഒരുക്കിയ സ്പിൻ കെണിയിൽ ന്യൂസിലാൻഡ് വീണു എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. കാരണം സ്പിൻ കളിക്കാനുള്ള ന്യൂസിലാൻഡിന്റെ ആ ഒരു കഴിവ് കുറവിനെ ഇന്ത്യ പൂർണ്ണമായും മുതലെടുക്കുകയായിരുന്നു. അതായത് സ്പിൻ ബൗളിങ്ങിനെ ഏത് രീതിയിൽ ബാറ്റ് വയ്ക്കണം എന്ന് പോലും അറിയാതെ കുഴങ്ങി നിന്നൊരു സാഹചര്യം ന്യൂസിലാൻഡ് ബാറ്റിംഗ് നിരക്കുണ്ടായിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ മുതലെടുത്തു. അതുകൊണ്ട് തന്നെ ഈ ഒരു വിജയം നമ്മൾ റോഞ്ചിയും സാർനറും ക്രീസിൽ നിന്ന നിമിഷത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും ഇന്ത്യ ഒരു വിജയം പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു. അത് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഈ മത്സരത്തിന്റെ പൂർണ്ണമായ ഒരു ഫലത്തിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ 318 റൺസിന് എല്ലാവരും പുറത്താവുകയായിരുന്നു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ന്യൂസിലാൻഡിന് മികച്ച തുടക്കം ലഭിച്ചുവെങ്കിൽ പോലും പക്ഷേ 5 വിക്കറ്റ് വീഴ്ത്തിയ ജഡേജയുടെയും 4 വിക്കറ്റ് വീഴ്ത്തിയ അശ്വിന്റെയും മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാതെ 262 റൺസിന് ന്യൂസിലാൻഡിന്റെ ഒന്നാം ഇന്നിംഗ്സ് സ്കോർ അവസാനിച്ചു. രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ ബാറ്റിംഗിന് ഇറങ്ങി വളരെ വേഗത്തിൽ, അതായത് ഏകദിന ശൈലിയിൽ തകർത്തടിച്ച് 377 റൺസ് എന്ന മികച്ച സ്കോർ സ്വന്തമാക്കുകയും 434 റൺസ് എന്ന റെക്കോർഡ് വിജയലക്ഷ്യം ന്യൂസിലാൻഡിന് മുന്നിലേക്ക് വയ്ക്കുകയുമായിരുന്നു. ഏറെക്കുറെ അതായത് 4ാം ദിനം ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിലാണ് ന്യൂസിലാൻഡ് രണ്ടാം ഇന്നിംഗ്സിന് വേണ്ടി ബാറ്റിംഗ് ഇറങ്ങുന്നത്. അപ്പോൾ തന്നെ ഏറെക്കുറെ അവർക്ക് അപ്രാപ്യമായിരുന്നു ഈ ഒരു ലക്ഷ്യം എന്ന് തന്നെ പറയാം. കാരണം സ്പിന്നെ തുണയ്ക്കുന്ന കാൺപൂരിലെ വിണ്ട് കീറിയ പിച്ചിൽ 5ാം ദിവസം 1.5 ദിവസം തുടർച്ചയായി പൂർണ്ണ സമയം പിടിച്ചു നിൽക്കുക എന്നത് തീർത്തും ദുഷ്കരമായ ഒരു കാര്യമായിരുന്നു. അതിൽ ന്യൂസിലാൻഡിന് ഒട്ടും കഴിഞ്ഞതുമില്ല. അതുകൊണ്ട് തന്നെ അനായാസമായ ഒരു ജയത്തിലേക്ക് ഇന്ത്യ എത്തുന്നു. ഇന്ത്യയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഇത് ഇന്ത്യയുടെ 130ാമത്തെ ടെസ്റ്റ് വിജയമാണിത്. ഇന്ത്യ സ്വന്തം മണ്ണിൽ നേടുന്നത് 500ാമത്തെ ടെസ്റ്റാണ് ഇന്ത്യ കളിക്കാൻ ഇറങ്ങിയത്. 500ാമത്തെ ടെസ്റ്റ് കളിക്കുന്ന 3ാമത്തെ മാത്രം രാജ്യമാണ് ലോക ക്രിക്കറ്റിൽ ഇന്ത്യ. അതുകൊണ്ട് തന്നെ വലിയൊരു ചരിത്ര നേട്ടം. ആ ചരിത്ര നേട്ടത്തിൽ ഒരു മികച്ച ഒരു ജയവുമായി ന്യൂസിലാൻഡിനെതിരായ പരമ്പര തുടങ്ങാൻ കഴിയുന്നു എന്നൊരു സാഹചര്യം. ഇനി അടുത്ത ടെസ്റ്റിന് ആത്മവിശ്വാസത്തോടെ ഇറങ്ങാൻ പോകുന്ന ഒരു അവസരം. മാത്രമല്ല ടെസ്റ്റ് പരമ്പര ജയിക്കാൻ കഴിഞ്ഞാൽ ലോക ടെസ്റ്റ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തേക്ക് എത്താനുള്ള അവസരങ്ങൾ, അങ്ങനെ ഒരുപാട് മധുരതരമായ നിമിഷങ്ങൾ ഇന്ത്യക്ക് മുന്നിലുണ്ട്. അതിലേക്കൊക്കെ ഒരു മികച്ച തുടക്കമാവുകയാണ് ഇന്നത്തെ മത്സരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും സൗമ്യ. മറ്റൊന്ന്, ഈ 2 ഇന്നിംഗ്സിലും 2 ടീമിലെയും ആരും സെഞ്ചുറി നേടിയിട്ടില്ല എന്നൊരു പ്രത്യേകതയും കാൺപൂർ ടെസ്റ്റിനുണ്ട് സൗമ്യ. ഒപ്പം തന്നെ ടീമിനെ മെച്ചപ്പെടുത്താനായി അത്തരം കാര്യങ്ങളിലേക്കായി ഈ ഒരു ടെസ്റ്റിൽ എത്രത്തോളം സാധിച്ചിട്ടുണ്ട് ടീമിന്? തീർച്ചയായിട്ടും. കാരണം നമുക്കറിയാം, നേരത്തെ സച്ചിൻ പറഞ്ഞതുപോലെ തന്നെ അടുത്ത 10 വർഷത്തേക്കുള്ള ഇന്ത്യൻ ടെസ്റ്റിന്റെ ടീമാണ്, ഇന്ത്യൻ ടെസ്റ്റിന്റെ ക്രിക്കറ്റ് ടീമാണ് ഇതെന്ന് സച്ചിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ആ ഒരു അർത്ഥത്തിൽ തന്നെ നമുക്ക് എടുക്കാം. കാരണം വിരാട് കോഹ്ലി എന്ന പുതിയ ക്യാപ്റ്റനിൽ അദ്ദേഹത്തിന്റെ 3ാമത്തെ പരമ്പരയാണിത്. വിരാട് കോഹ്ലിയുടെ കീഴിൽ ഇന്ത്യ ഒരു യുവനിര, ഒരു ഒത്തണക്കമുള്ള രീതിയിലേക്ക് അശ്വിനും ഒപ്പം തന്നെ രവീന്ദ്ര ജഡേജയും രോഹിത് ശർമ്മയെ പോലെ താരങ്ങൾ വരുന്നു, പൂജാരയെ പോലുള്ളവരുണ്ട്. ഇവരൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അതുകൊണ്ട് തന്നെ അടുത്ത 10 വർഷമല്ല, ഒരു പക്ഷേ അതിനപ്പുറത്തേക്ക് നീണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു ടീം തന്നെയാണ്. എന്നാൽ അതിന് കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട് സൗമ്യ. ഈ നാട്ടിലെ സ്പിൻ കെണി ഒരുക്കി നമ്മൾ സ്പിൻ തന്ത്രം ഒരുക്കി മറ്റു ടീമുകളെ വീഴ്ത്തുന്നതിനപ്പുറത്തേക്ക് വിദേശങ്ങളിൽ പോയി മികച്ച ഓസീസ് പോലെയുള്ള, ഓസ്ട്രേലിയ പോലുള്ള പേസ് ബൗളിംഗ് പിച്ചുകളിലൊക്കെ കഴിവ് തെളിയിക്കേണ്ടതുണ്ട്. എങ്കിൽ പോലും ഇന്ത്യ കൂടുതൽ മത്സരങ്ങൾ കളിക്കുന്നത് നാട്ടിൽ ഒരുപാട് മത്സരങ്ങൾ ഇന്ത്യ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു ടീമിനെ, ഭാവിയിലേക്കുള്ള ഒരു ടീമിന്റെ തുടക്കം കൂടി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. മത്സരം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ലോകേഷ് രാഹുലിനെ പോലുള്ള താരങ്ങളുടെയൊക്കെ ഒരു ശക്തമായ ഒരു സാന്നിധ്യം
മികച്ച ഒരു യുവതാരമാണ്. രാഹുൽ ദ്രാവിഡിന്റെ ഒക്കെ പകരക്കാരനായി നമുക്ക് വയ്ക്കാൻ കഴിയുന്ന താരമാണ്. വേണമെങ്കിൽ അടിച്ചു തകർക്കാനും കഴിയും. അതേസമയം ടെസ്റ്റിന്റെ സാഹചര്യത്തിൽ പിടിച്ചു നിന്ന് കളിക്കാനും കഴിയുന്ന താരം. ഒപ്പം തന്നെ ചേതേശ്വർ പൂജാരയുടെ സാന്നിധ്യം മാത്രമല്ല, ഫോമിലല്ലാതിരുന്ന രോഹിത് ശർമ്മ ഒരു ഫോമിലേക്ക് മടങ്ങി വന്നു. ടെസ്റ്റിൽ 1000 റൺസ് തികച്ചു. അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒന്നിന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു ദശാബ്ദത്തിലേക്കുള്ള ഒരു ടീമിന്റെ തുടക്കമല്ല തുടങ്ങി കുറച്ച് നാളുകളായി ഒരു നിരയെ വെച്ച് ഇന്ത്യ പരീക്ഷണങ്ങൾ നടത്തി വരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും അതൊരു ഫലപ്രാപ്തിയിലേക്ക് ഇന്ത്യൻ മണ്ണിലെങ്കിലും എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ മികച്ചൊരു തുടക്കമാണ് കിവീസിനെതിരായി ഈ മത്സരം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അത് ഒരു ടീം എന്ന നിലയിലും ഭാവിയിലേക്കുള്ള ഒരു ടീമിന്റെ തുടക്കം എന്ന നിലയിലും. സൗമ്യ, മനുവാണ് വിവരങ്ങൾ നൽകിയത്. 500 ടെസ്റ്റിൽ ആവേശകരമായ വിജയമാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത്.